എന്റെ ജീവിതത്തെക്കുറിച്ച് ഓർത്ത് എനിക്ക് ചിന്തയില്ല. കാരണം വിശ്വം മുഴുവൻ ഭരിക്കുന്ന ദൈവമുണ്ടല്ലോ. ജനിക്കുന്നതിന് മുമ്പ് എനിക്ക് വേണ്ട ഭക്ഷണം മുലപ്പാലിന്റെ രൂപത്തിൽ കരുതി വെച്ചവനാണവൻ. അല്ലയോ ലക്ഷ്മീപതി, ഇനിയുള്ള കാലവും എന്നെ കഷ്ടപ്പെടുത്തില്ല എന്ന വിശ്വാസത്തോടെ അങ്ങയുടെ കാലടികളെ സേവിച്ചു കഴിയും. ഹരി എന്നാൽ വിഷ്ണു, വ്യാപനശീലൻ എന്നാൽ വിഷ്ണു എന്ന പദത്തിനർത്ഥം എല്ലായിടത്തും നിറഞ്ഞിരിക്കുന്ന ദൈവം. എല്ലാ മതങ്ങളും പറയുന്നത് പ്രപഞ്ചം മുഴുവൻ ദൈവം നിറഞ്ഞിരിക്കുന്നു എന്നാണ്. അപ്പോൾ സമസ്ത ജനങ്ങൾക്കും ഈ സുഭാഷിതത്തെ ഉൾക്കൊള്ളാം. ഒരു കുട്ടി ഗർഭപാത്രത്തിൽ ജീവൻ കൊള്ളുകയും രൂപം പ്രാപിക്കുകയും ചെയ്യുന്ന അന്നു മുതൽ ആ ശിശുവിന് വേണ്ട ഭക്ഷണം മാതാവിന്റെ സ്ഥലങ്ങളിൽ ഈശ്വരൻ നിക്ഷേപിക്കുവാൻ തുടങ്ങുന്നു. ശാസ്ത്ര സത്യങ്ങൾക്കും യുക്തിചിന്തകൾക്കും പൂർണ്ണമായി നിർവചിക്കുവാൻ ഇനിയും സാധിക്കാത്ത ചില പ്രപഞ്ച സത്യങ്ങളുണ്ട്. ജനിക്കുന്ന കുട്ടിക്ക് പല്ലില്ല, മറ്റു ഭക്ഷണങ്ങൾ കഴിക്കുവാൻ സാധിക്കില്ല. അപ്പോൾ ദ്രവരൂപത്തിൽ കുടിക്കുവാൻ സാധിക്കുന്നതും പോഷക സമ്പുഷ്ടവുമായ മുലപ്പാൽ ഇത്ര കൃത്യതയോടെ കരുതി വെച്ചത് ദൈവമല്ലെങ്കിൽ മറ്റാരാണ്? എന്റെ ജനനത്തിന് മുമ്പ് അതുതന്നെയുള്ള എനിക്കുള്ള ഭക്ഷണം വിശ്വം ഭരിക്കുന്നവൻ കരുതി വെച്ചിട്ടുണ്ടെങ്കിൽ ജീവിതകാലം മുഴുവൻ എനിക്ക് കഴിക്കേണ്ട ഭക്ഷണം ദൈവകൃപയാൽ ലഭിക്കും. അതിന് പല മാർഗങ്ങളാലും ഈശ്വരൻ കാണിച്ചു തന്നിട്ടുണ്ട്. അതൊക്കെ ചെയ്യണമെന്ന് മാത്രം. അതിനാൽ അല്ലയോ ഹരേ, നിന്റെ കാലടികളെ സേവിച്ചുകൊണ്ട് ഞാൻ കാലം കഴിച്ചോളാം. എനിക്ക് ഭീതിയൊട്ടും തന്നെയില്ല. എത്ര ഉദാത്തമായ ആശയമാണ് മനസ്സിൽ തട്ടുന്ന ഉദാഹരണത്തോടുകൂടി ചാണക്യഗുരു നമ്മുടെ മുമ്പിൽ വെച്ചിരിക്കുന്നത്. ഖാ ചിന്താ മമ ജീവനേ യതി ഹരിർ വിശ്വം ഭരോഗീരയതി നോ ചേധർ ഭഗാ ജീവനായ ജനനീസ്തന്യം കഥം നിർമായത് ഇത്യാലോചി മുഹുർമുഹുർമധൂപതേ ലക്ഷ്മീപദ കേവലം ത്വത്പാദംബുജ സേവനനേന സതതം കാലോ മായാതിയതേ.